മനുഷ്യ, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇതും എടുത്തോണ്ട് എന്റെ വീട്ടിലോട്ട് വന്നത്? അപ്പുറത്തെ സുമ ചേച്ചി എന്താ ചോദിച്ചെന്നറിയോ? രണ്ടുപേരും കൂടെ വയ്യാത്ത അച്ഛനെ പൊക്കിക്കൊണ്ട് എങ്ങോട്ടാന്ന്. എടി അവളത് പറയും, അവക്ക് അതിനുള്ള വിവരമുള്ളു. എടി അവളുടെ വീട്ടിൽ ഹരിതകർമ്മസേനക്കാർ വന്ന് പ്ലാസ്റ്റിക് ചോദിച്ചപ്പോ പ്ലാസ്റ്റിക് ഇല്ലാത്തതിന് സ്വന്തം തന്തയുടെ സെറ്റ് വല്ലി ഊരി കൊടുത്തവളാ അവളെ. എടി നീ ആ കോലത്തൊക്കെ ഒന്ന് നോക്കിയായിരുന്ന? ഞാൻ വരുന്ന വഴിക്ക് നോക്കിട്ടാ വന്നത്. എന്നിട്ട് ഉമ്മറത്ത് അമ്മ തമ്പുരാട്ടി സംഭാരം കുടിച്ചോണ്ടിരിക്കണു. ചങ്കാരം കുടിച്ചോണ്ടിരിക്കണു. നിന്നോട് കോലത്ത് പോയി നോക്കിയാന്നല്ല പറഞ്ഞത്. ഈ ഇരിക്കണ കോലത്തും ഒന്ന് നോക്കി. നോക്കി എന്നിട്ട് എന്ത് തോന്നണ്? എന്തായാലും നിങ്ങളെക്കാളും കൊള്ളാം. ശരി, അതാണോ ഞാൻ പറഞ്ഞത്? ഇത് ഞാൻ എന്റെ അമ്മായിച്ചിട്ട് ഇടാൻ വേണ്ടി ഒരു ഷർട്ടും പാന്റും മേടിച്ച് അളിയന് കൊടുത്തിട്ട് അളിയൻ അത് കോലത്തും വിട്ടിട്ട് എന്നെ മനഃപൂർവ്വം ഹാസ്യവൽക്കരിക്കാൻ വേണ്ടി പാടത്തുണ്ടെന്ന് വെച്ചാക്കുന്നത്. ഇതിന് ഞാൻ അളിയനോട് പകരം ചോദിക്കും. ഇതിന്റെ കണക്ക് തീർത്തിട്ടാ പോകുള്ളൂ. അളിയാ അളിയാ, അയ്യോ ഒന്നും ചെയ്യല്ലേ. എടി ഞാനങ്ങനെ ചാടിക്കേറി ഇടിക്കണമെന്ന് പിന്നൊന്നുമല്ല. അയ്യ നിങ്ങളോടല്ല, അവനോട്. അവന് പ്രാന്താവന്. അയ്യോ, അവന് പ്രാന്തിണ്ടെങ്കിൽ ഞാൻ അവന്റെ പ്രാന്തിന് ഒരു ഷോക്ക് കൊടുക്കുമല്ല. അവന്റെ പ്രാന്തിണ്ടെങ്കിൽ എനിക്കൊന്ന് അറിയണം. അല്ല അവന് അല്ല അവനിട്ട് തന്ന വാച്ചല്ലേ, വാശിപ്പുറത്ത് അവനെങ്ങാനും ഊരി മേടിച്ചാല. അതാ ഈ വാച്ചില്ലാതെ എനിക്ക് ദുബായിൽ ജോലിക്ക് എല്ലാം പറ്റൂല. ഞാൻ വാച്ച്മാനല്ലേ ഒട്ടകത്തിന്റെ. അളിയാ അളിയാ, ആഹാ, ആരായി വന്നേക്കണേ? ഫസ്റ്റ് എൻട്രിക്ക് തന്നെ അളിയന്റെ ഒരു ഹാസ്യ പ്രകടനം. ആരായി വന്നാക്കണേന്ന്. 8 വർഷമായി ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട്, എന്നിട്ട് ഇപ്പോഴും അളിയന് ഞാൻ ആരാന്ന് അറിഞ്ഞു. എന്റെ അളിയൻ ഞാനൊരു നാട്ടുവർത്തമാനം പറഞ്ഞതല്ലേ? നാട്ടുവർത്തമാനം രണ്ടുപേരും ഉണ്ടല്ലോ. 2 പേരല്ല, ഞങ്ങൾ 3 പേരുണ്ട്. പിന്നെ വന്ന വഴിക്ക് അളിയന്റെ അച്ഛൻ പാടത്ത് കുത്തിയിരിക്കണം. ഞാൻ കൈയോടെ വിളിച്ചോണ്ട് പോകുന്നു. ഓ, നിനക്ക് കണ്ടന്റ് മനസ്സിലായിട്ടില്ല അല്ലേ? ഇതാണ് നിങ്ങളുടെ അച്ഛൻ. അളിയ, ഈ കോലമാണ് ഞങ്ങൾ അച്ഛൻ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അപ്പൊ അളിയൻ അനാവശ്യം കാണിക്കാം. എന്ത്? ഞാൻ ദുബായി പോയി കഷ്ടപ്പെട്ട പൈസ കൊണ്ടൊരു പാന്റ് ഷർട്ടും മേടിച്ച് അളിയന് തന്നായിരുന്നു. അത് ആർക്ക് ഇട്ട് കൊടുക്കാനാണ്? അച്ഛനിട്ട് കൊടുക്കാൻ. എന്നിട്ട് അളിയൻ ആർക്കാ ഇട്ട് കൊടുത്തത്? ആ കോലത്തിന് ഇട്ട് കൊടുത്തു. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇന്ന് മുതൽ എന്റെ കാഴ്ചപ്പാടിൽ ഇതാണ് എന്റെ അമ്മായിച്ച. അമ്മായിച്ച അമ്മായിച്ച എന്താണോ പോകുന്നത്? അതെന്താ? അളിയൻ ചമ്മായിരിക്കാൻ വേണ്ടി അച്ഛനെ ഞാൻ ഡബ് ചെയ്തതാ. ഓഹോ, അപ്പൊ 2 പേരും കൂടി വട്ടം കൂടി ഇന്ന് ഹാസ്പിറ്റലിരിക്കുക അല്ലേ? അളിയാ, അളിയൻ ഇതുകൊണ്ട് വിഷമിക്കോളിയാ. അളിയൻ ഇതുകൊണ്ട് വിഷമിക്കും. ഇത് അളിയന്റെ കണ്ണി കൊണ്ട് അളിയൻ കിടന്ന് വിഷമിക്കും. അളിയൻ എന്റെ വിഷമം മനസ്സിലാക്കണമെങ്കിലേ, അളിയൻ ഒരു കല്യാണം കഴിച്ച് അളിയൻ ഒരു അളിയനാകുമ്പോ അളിയൻ എന്തെങ്കിലും മേടിച്ചെന്നിട്ട് അളിയനും ഇത് കാണിക്കുമ്പോ അളിയൻ എന്തോരം വിഷമം ഉണ്ടാവും. എന്റെ പൊന്നളിയാ. അളിയാ മനസ്സിലായില്ല? അയ്യോ, എന്റെ മനസ്സിലായില്ല. ഞാൻ കുഞ്ഞുട്ടി അളിയൻ. അയ്യോ, അത് മനസ്സിലായി. അപ്പൊ അളിയൻ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. എന്താ ഞാൻ പറഞ്ഞുതരാം. അളിയൻ ഈ വിഷമം മനസ്സിലാക്കണമെങ്കിൽ അളിയൻ ഒരു കല്യാണം കഴിച്ച് അളിയനോട് പറഞ്ഞിട്ട് അളിയൻ എന്തെങ്കിലും മേടിച്ചു കൊടുത്ത് അളിയനോട് കിടന്നളിയുവാ കേട്ടോ. കഴിഞ്ഞ 4 ഷെഡ്യൂളായിട്ട് സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് പോയിട്ട് തിരിച്ചൊരു ഫ്രഷ് കൗണ്ടർ ഞാൻ കൊണ്ടുവരാണെന്ന് പറഞ്ഞ പുള്ളിയാ. ഇതാണ് ഫ്രഷ് കൗണ്ടർ. അളിയാ, ഇപ്പത്തെ സിനിമ എന്ന് പറഞ്ഞ കൗണ്ടർ അല്ല, ലൈഫാ. ഇവൾ കൂടെ ഉള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ അളിയനെ ലൈഫ് ഞാൻ ഇപ്പൊ തീർത്തേനെ. അളിയൻ എന്നോട് തന്നെ ഇത് പറയണം. ഇവളെ പെണ്ണ് കാണാൻ വരുമ്പോഴേ അളിയൻ ഇത്ര ഉണ്ടായിരുന്നുള്ളു. ഒരു മൂട് കീറിയ നിക്കറ് മാത്രം ഇട്ട്, ആ മൂട് കീറിയ നിക്കർ ഇട്ട് നടന്നു പോകുമ്പോ നമ്മൾ പിന്നീ കൂടെ ചെന്നൊന്ന് നോക്കണം. അളിയന്റെ നിക്കറ് നമ്മളെ വികാരം പറിച്ച് കാണിച്ചിരിക്കും. നിർത്തിക്കോ നിങ്ങള് കേട്ടാ. എന്റെ അനിയനെ ഇനി ആരെല്ലാം മുന്നിൽ വെച്ച് കളിയാക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ തനിക്കൊണം നിങ്ങൾ അറിയും. അത് കാണാനാണോ ഞാനിവിടെ വന്നത്? ഇങ്ങോട്ട് മാറിയിക്ക്. നിങ്ങളുടെ അച്ഛന് തല കറങ്ങണ്ടെന്നും നല്ല ബി.പി ഉണ്ടല്ലോ. അതാണോ ഞാൻ പറഞ്ഞത്? അളിയൻ എന്തുകൊണ്ട് ഇത് മനഃപൂർവ്വം ചെയ്തല്ലേ അളിയ? എന്റെ പൊന്നളിയ, അളിയൻ മേടിച്ചെന്ന പാഞ്ഞ ഷർട്ടും അച്ഛന് മാച്ചല്ല. അതല്ലല്ലോ, ഇത് ചെറുതല്ലേ? ഓഹോ, അപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നതൊക്കെ മാറ്റുമല്ല, ചെറുതുമാണ്. കഴിഞ്ഞ ഓണത്തിന് ഞാൻ അച്ഛന് ഷൂ മേടിച്ചു തന്നായിരുന്നല്ലോ, അതെവിടെ? എന്റെ അളിയ, അതും അച്ഛന് മാറ്റല്ലായിരുന്നു. അതുകൊണ്ട് കുളമ്പ് രോഗം വന്ന പശുവിന്റെ കാലം ഞാൻ ആ ഷൂ എടുത്തുകൊണ്ട് ഇട്ട്. അപ്പൊ ചുമ്മാ തന്നെ ഞാൻ തൊഴുത്തിച്ച് നോക്കുമ്പോ പശു അടക്കിടത്തിട്ട് മൂൺവാക്ക് അടിച്ച് കളിക്കണ്ടായിരുന്നു. പശുവിന്റെ അളിയ, വ്യക്തമായിട്ടൊരു കാരണം തരാതെ ഞാൻ ഇവിടെ നിന്ന് പോകൂല. എന്നാ അളിയാൻ കേട്ടോ, ഞാനിത് മനഃപൂർവ്വം ചെയ്തതാ.
എന്ത് കാര്യത്തിന് അളിയാ? അളിയൻ ഗൾഫിലായിരുന്ന സമയത്ത് അച്ഛനെ ഫോണിൽ വിളിച്ച് ചോദിച്ചാ, അച്ഛാ ഞാൻ വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരണോന്ന്. അതെന്റെ മര്യാദ. ഞങ്ങളുടെ പാവം പിടിച്ച അച്ഛൻ അളിയനോട് പറഞ്ഞോ, വിലപ്പെട്ട ഒരു സ്പ്രേ വേണോന്ന് പറഞ്ഞോ, വിലപ്പെട്ട ഒരു സോപ്പ് വേണോന്ന് പറഞ്ഞോ. നിസ്സാര ഒരു സാധനം അച്ഛൻ ചോദിച്ചത്, അത് അളിയൻ മേടിച്ചു കൊടുത്താ. അതെന്ത് സാധനം അളിയാ? ഒരു കുഞ്ഞൊട്ടകം. ഞാൻ ഒട്ടകം കൊണ്ടേ കൊടുത്തില്ല. പറ എന്താ കൊണ്ട് കൊടുക്കാൻ ഒട്ടകത്തിന് മുഴയുള്ള കാരണം മെഡിക്കൽ കിട്ടിയില്ല. ആ മെഡിക്കൽ കിട്ടാത്ത കാരണം എന്റെ അച്ഛന് നെഞ്ചു പേരുണ്ടായി 6 മാസമാണ് മെഡിക്കൽ കിടന്ന്, അറിയാവോ? 6 മാസം മെഡിക്കലിൽ കിടന്നപ്പോ മെഡിക്കൽ സ്റ്റോറിൽ ഞാൻ മരുന്ന് മേടിച്ചു കൊടുത്തു. എനിക്ക് അവിടെ നിന്നാണ് മരുന്ന് കൊടുക്കുന്നത്, എല്ലാവർക്കും അറിയാലോ. അത് നീ ഇവിടെ പറയണ എന്തിനാണ്? നിങ്ങൾ കുറെ നേരമായി കൈ നിട്ട് അങ്ങ് കയറ്റി കളിച്ച് മെഡിക്കൽ കളിച്ചങ്ങ് പോകുന്നു. ഞാൻ പിന്നെ എന്തിനാ പേടിച്ച് നിക്കുന്നു, മേടിച്ചങ്ങ് നിൽക്കുന്നു. എന്റെ കയ്യിൽ നീ മേടിക്ക. അളിയ പറയേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അവനോട് ചൂടാവരുത്. എന്തിനാ നിങ്ങൾ ഇങ്ങനെ അവനോട് ദേഷ്യപ്പെടുന്ന? എന്തിനാ? ഒന്നുമില്ലേലും നമ്മുടെ കല്യാണം എല്ലാരും എതിർത്തിട്ടും ഒറ്റയ്ക്ക് അവനല്ലേ നടത്തി തന്നത് അല്ലേ? ചതിയൻ. സപ്പോർട്ട് കാരണം ഞാൻ കിടന്ന് ഉരുകുവാ, അറിയാമോ? വന്ന വഴി ഒരിക്കലും മറക്കരുത് ചേട്ടാ. അത് മറന്നാലും കുഴപ്പമില്ല, ഞാൻ വല്ല ടാക്സി എടുത്ത് വെക്കോളാം. ആരുടെ മാക്സി എടുത്തോണ്ട് പോവാന്ന്? എന്നാലും തന്റെ സഹായങ്ങളെ കുറിച്ച് എന്നോട് പറയരുത്. അതിലും വലിയ സഹായങ്ങള് അളിയനും കുടുംബത്തിനും വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ശരിയാടാ, എന്തോരം സഹായങ്ങളാണ് എന്റെ പാവം ചേട്ടൻ നിനക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ളത്. നന്ദി വേണം, നന്ദി. അങ്ങനെ പറഞ്ഞു കൊടുക്കണേ. എനിക്കെങ്ങനെ അറിയാം നിങ്ങൾ എന്താ ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പോ അടിപൊളി വെട്ടമുള്ള ഒരു ടോർച്ച് ഒന്നില്ല ഞാൻ തന്നില്ലടാ. വെട്ടമുള്ള ടോർച്ച് തന്നതിന്റെ പേരിൽ എത്ര വട്ടം നിങ്ങൾ എന്നെ ടോർച്ചർ ചെയ്തു? ദേ, ഇനി എന്റെ അനിയനെ എങ്ങാനും ടോർച്ചർ ചെയ്താ നിങ്ങളെ ഞാൻ അളിയ ഇങ്ങോട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ഞങ്ങൾ അങ്ങോട്ടും തന്നിട്ടുണ്ട്. എന്ത് അളിയൻ ആദ്യം ഗൾഫിൽ പോയ സമയത്ത് അളിയന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അവലോസ് പൊടി ഒരു ടിന്ന ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നു വിട്ടത്, അറിയാവാ? എടോ അതാടോ കുടുംബം. എന്റെ കുടുംബക്കാരെ നോക്കണ നല്ല കുടുംബക്കാരാ. ഈ അവലോസ് പൊടി എന്ന് പറഞ്ഞ് തന്നത് എന്താണെന്നറിയാമോ? മരപ്പടിക്കാരനായ ഇവരുടെ അച്ഛൻ ഉളി തേക്കണ ചരള് പൊടി. ഇത് വാരി തിന്നിട്ട് പെരവടിക്ക് വെച്ചിരുന്ന 3 കട്ടല ഞാൻ നാക്കും കൊണ്ട് ചീവിട്ടത്. അതല്ല അളിയന്റെ നാക്കിന് ഇത്രയും മൂർച്ച. എന്നിട്ട് കുടുംബ മഹിമ പറയുന്നു. കുടുംബാണോ നിന്റെ? എന്റെ കുടുംബക്കാരാണ്. ഞാൻ ടോർച്ച് പോട്ടെ, അളിയന് നല്ല കിടുക്കാച്ചി സ്പ്രേ ഒരെണ്ണം തന്നില്ല, വില പിടിപ്പിച്ചോളൂ. സ്പ്രേ അതിനൊരു മണവും ഇല്ലായിരുന്നു അളിയ. അളിയ അതിന് മണം വേണമെങ്കിൽ ആ സ്പ്രേ അളിയന്റെ മേത്തടിക്കണം, അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ ശാന്തയല്ല ആ സ്പ്രേ അടിക്കണം. കൂടുതൽ സംസാരിക്കട്ട. ഇവിടെ അച്ഛൻ എപ്പോഴും പറയും അളിയൻ എന്ത് സാധനം തന്നാലും ഈ കുടുംബത്തിൽ ഒരു ഉപയോഗം ഇല്ലാത്ത സാധനമാണ്. അങ്ങനെയാണെങ്കിൽ അളിയനും അളിയന്റെ അച്ഛനും എനിക്ക് ഉപയോഗം ഇല്ലാത്ത സാധനം തന്നിട്ടുണ്ടല്ലോ. ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുമ്പോ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം കൊടുക്കണം. ചേട്ടാ, ചേട്ടൻ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാധനവും അവരേത് വാങ്ങണ്ട, തിരിച്ച് കടുക്കേട്ടെ. അളിയനാ ഉപയോഗമില്ലാത്ത സാധനം അളിയൻ പറയരുത്. പല്ലില്ലാത്ത അമ്മമ്മക്ക് ഞാൻ നല്ലൊരു കിടുക്കാച്ചി സെറ്റ് വല്ലൂടെ തന്നില്ലേ? അയ്യോ, ആ സെറ്റ് പല്ല് വെച്ചതിന് ശേഷം അമ്മൂമ്മ മുറുക്കാൻ ചവയ്ക്കണ കാണണം. ഇതിങ്ങനെ അളിയ അങ്ങനെ. പിന്നെ ഒട്ടകത്തിന്റെ പല്ലെടുത്ത് വെച്ച് ഇങ്ങനെയല്ലേ ചവക്കാൻ പറ്റും? ആ പല്ല് അമ്മൂമ്മക്ക് മാറ്റല്ലെന്ന് പറഞ്ഞ് അച്ഛൻ അപ്പൊ തന്നെ അത് അഴിച്ചങ്ങോട്ട് മാറ്റി. അങ്ങനെ അളിയൻ ഇവിടെ കിടന്ന് വിടുവാത്തരം പറയണ്ട. മാച്ചാണോ ചെറുതാണോ എന്ന് അച്ഛൻ പറയട്ടെ. അച്ഛനെ വിളിക്കും. അച്ഛന്റെ ഇവിടെ ഇല്ല, അച്ഛൻ പുറത്തു പോയേക്കുവാ. ഞാൻ വിളിച്ചോളാം. വിളിക്ക, അളിയൻ വിളിക്ക്. ഹലോ അച്ഛാ. ആണോ? അതെ. അയ്യോ, അച്ഛൻ എന്നാ പറഞ്ഞു? അച്ഛൻ കൈവിട്ടു പോയി. കൈവിട്ടു പോയെന്നാ? പിന്നെ നിങ്ങളുടെ അച്ഛൻ മാച്ചിന്റെ ആളല്ലേ? അപ്പൊ അമ്മമ്മക്ക് കൊടുത്ത സെറ്റ് വല്ലില്ലേ, അത് കൊടുത്ത വേലക്കാരിക്ക് വെച്ചപ്പോ നല്ല മാച്ചാന്ന്. ഇപ്പൊ അവര് തമ്മിൽ മാച്ചായിട്ട് ബീച്ചിൽ കിടന്ന് കറങ്ങുവാ. അല്ല അച്ഛാ. അയ്യോ, എന്താണ് കുട്ടിയകലിന് പറയാനുള്ളത്? പറഞ്ഞു കുട്ടിയകൽ. ഇല്ല, ഒന്നുമില്ല. ഇല്ല, പറ. ഈ എപ്പിസോഡിൽ 2 എലിയില പഠിക്കും. എല്ലാരും ഒന്ന് ചിരിച്ചു കൊടുക്കണം. ഈ കോലത്തിനെ ഞങ്ങൾ ഇവിടെ നിർത്തിയത് അഖിലിന് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇല്ല, അതവിടെ നിൽക്കട്ടെ. ഈ സ്കിറ്റിലെ പ്രധാന കഥാപാത്രം നിങ്ങൾ ഉപേക്ഷിച്ച കളയാണോ? ഒരു മിനിറ്റ്. പ്രായം ചെന്നൊരു വ്യക്തിയിൽ അദ്ദേഹത്തെ ബഹുമാനിക്കണ്ടേ? അച്ഛനെ തലയെ പിടിച്ചിരിക്കാല്ലേ അങ്ങേർക്ക്? ഇടയ്ക്കൊന്ന് തല ചുറ്റി തല മാറിപ്പോയായിരുന്നു, അത് ശ്രദ്ധിച്ചില്ലേ ആ സ്കിറ്റ്? ഞാനേ ഇപ്പോഴാരും നമ്മളെ മുണ്ടെടുത്ത കോലം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? മുണ്ടെടുത്ത കോലം ഇല്ല. മുണ്ടെടുത്ത കോലം നമ്മൾ എല്ലായിടത്തും പണ്ട് മുതലേ കോലം ഏറ്റവും കൂടുതൽ അപ്പൊ അപ്ഡേറ്റ് ഉള്ളത് കോലത്തിനാണ്. ആ കോലം പണ്ട് മുതലേ പാന്റ് ഇടും. എല്ലാ കോലത്തിനും പാന്റ് ഇടും. മുണ്ടെടുത്ത കോലം ഞാൻ കണ്ടിട്ടു. അതാണ് മുണ്ട് ഉടുക്കാത്ത കോലത്ത് കാരണം എന്തായിരിക്കും? അത് പാടത്ത് വയ്ക്കുന്നോണ്ട് പാറിപ്പോവും. ചിലര് ഉടുക്കും. ശരിയാ. കറക്റ്റ്. ധൈര്യമുള്ള
കോലങ്ങള് ഉടുക്കാറുണ്ട് നാട്ടിൻ പുറത്തൊക്കെ. മനസ്സിലായി അവൾ ഉദ്ദേശിച്ചത് ആ കാറ്റത്ത് കോലത്തിന് കാറ്റടിക്കുമ്പോ മുണ്ടക്കാനും മാറിയാൽ ഏനില്ലേ സഹായിക്കാൻ പോലും ആരില്ല. ലോകത്ത് എന്തെല്ലാം ഗവേഷണങ്ങൾ നടക്കുന്നു. ഓലത്തിന് മുണ്ടുപിടിപ്പിക്കാൻ നടക്കുന്നത്. അത് ഭയങ്കര പോയിന്റ് ആണ്, വാലിഡ് പോയിന്റ് ആണ്. അതവിടെ നിന്ന് അല്ല കോലത്തിന്റെ മുണ്ട് പോട്ടെ, ഒരു കുഞ്ഞു ഒട്ടകം കൊണ്ട് കൊടുക്കാനില്ല ചേട്ടാ. അത് കൊടുക്കാൻ ഭയങ്കര മോശമായി പോയിട്ടോ. എന്നാ പരിപാടിയാ കാണിച്ചത്. എന്നാ പിന്നെ അങ്ങനെ നിക്കറിന്റെ ഓട്ടം അടച്ചോട് പോയി. എനിക്ക് ആ നിക്കറിന്റെ നടത്തം ഭയങ്കര എങ്ങനെയാ അത് എങ്ങനെ ഒന്നുകൂടി കാണിക്കൂ. ജസ്റ്റ് അവിടെ നിന്നിട്ട് ഒന്ന് വായ വെച്ച് ഒന്ന് നടക്കും. ആ എക്സ്പ്രഷൻ അളിയന്റെ നിക്കറ് നമ്മളെ വികാരം വരച്ച് കാണിക്കരുത്. ചേട്ടന് കണ്ട എക്സ്പീരിയൻസ് നല്ലായത്. നല്ല ഫ്ലോ, നല്ല സ്പീഡില്, നല്ല കണ്ടന്റ്, നല്ല എനർജി. സ്മൃതി ഫയർ. ആ സുഖമില്ലെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്തു. നല്ല കൗണ്ടർ, നല്ല എനർജി, നല്ല എല്ലാം. ഓക്കെ, താങ്ക് യു. നോക്കാം. അടിപൊളി. അങ്ങനെയാണെങ്കിൽ ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്ക് ഇനി അറിയാം. ഓക്കെ കരനിറയണ മുഴുകണ കടി പറന്നിറയണ ചിരി ചിരി പല ചിരി ദുരിതം താളത്തിൽ ഞാൻ 30,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ശ്വേത ചേച്ചി. യെസ്, ക്രെഡിറ്റ് ആയി. അച്ഛന് സന്തോഷമായി കാണുമല്ലേ? തീർച്ചയായും 30,000 രൂപ ലഭിച്ചെന്റെ ഒരു എക്സ്പ്രഷൻ കാണുന്നില്ല അച്ഛനില്. മൂപ്പരുടെ തല ചുറ്റി ഇരിക്കല്ലേ? അതിന്റെ ആയിരിക്കും. ഓക്കെ